ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ചയെക്കുറിച്ചാണ്. അതായത് തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ടമേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഇതോടൊപ്പം നാളികേരം, കയറ്, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ അങ്ങനെ വ്യാപകമായി. അതായത് ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം. 1859 അങ്ങനെ ആദ്യത്തെ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. ആലപ്പുഴയിലെ കയർ ഫാക്ടറിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ടു കമ്പനികളും കണ്ണൂരും കോഴിക്കോട്ടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായിട്ടും വളർന്നു വന്നു. അങ്ങനെ പരമ്പരാഗത വ്യവസായത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് അല്ലേ? ഇനി ആധുനിക വ്യവസായങ്ങളുടെ ഉദയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലും ആയിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്കാവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നു. പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പുനലൂർ പേപ്പർ മില്ല് കൊല്ലത്താണ് സ്ഥാപിതമായത്. കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളത്താണ് സ്ഥാപിതമായത്. കുണ്ടറ സെറാമിക്സ് കൊല്ലത്താണ്. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്താണ്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിലാണ്. അളഗപ്പ തുണിമില്ലും കൊച്ചിയിലാണ്. അതായത് മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നവയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു. ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. തുടർന്നാണ് ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവയെല്ലാം നിലവിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പരമ്പരാഗത വ്യവസായങ്ങളെക്കുറിച്ചും ആധുനിക വ്യവസായശാലകളെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരുപാട് വ്യവസായശാലകളെ നമ്മൾ പരിചയപ്പെട്ടു. അവ എവിടെയാണ് സ്ഥാപിതമായതെന്നും ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ചോദ്യം 1. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വളർച്ച വ്യാപിച്ച തോട്ട വ്യവസായങ്ങളും പരമ്പരാഗത വ്യവസായങ്ങളും അവയുടെ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങളും കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: തോട്ട വ്യവസായങ്ങൾ: തേയില, കാപ്പിക്കുരു, റബ്ബർ. പ്രദേശങ്ങൾ: വയനാട്, ഇടുക്കി. വെളിച്ചെണ്ണ, കയർ: ആലപ്പുഴ. കശുവണ്ടി: കൊല്ലം. ഓട്, ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. കൈത്തറി: കോഴിക്കോട്, കണ്ണൂർ. ബീഡി, കണ്ണൂർ. ഓരോ ഉൽപ്പന്നവും കൂടുതൽ ലഭ്യമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആ വ്യവസായങ്ങൾ വളർന്നു വന്നത്. ചോദ്യം 2. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലുണ്ടായ വ്യാവസായിക പുരോഗതി സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. ഉത്തരം: തിരുവിതാംകൂറിലും കൊച്ചിയിലും ഭരണാധികാരികളുടെ പ്രോത്സാഹനത്തിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു.
ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്കാവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. സമ്പന്നരുടെ കൂട്ടുടമസ്ഥതയിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചു. മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ആരംഭിച്ചു. ചോദ്യം 3. കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ തുടങ്ങിയ ആധുനിക വ്യവസായങ്ങൾ പട്ടികപ്പെടുത്തുക. ഉത്തരം: 1. പുനലൂർ പേപ്പർ മിൽ. 2. കുണ്ടറ സിറാമിക്സ്. 3. കൊച്ചിയിലെ ടാറ്റ ഓയിൽ മിൽസ്. 4. കൊച്ചിയിലെ അളഗപ്പ തുണി മിൽ. 5. കളമശ്ശേരിയിലെ ഫാക്ടറി. 6. തിരുവനന്തപുരത്തെ റബ്ബർ വർക്ക്സ്. ചോദ്യം 4. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് ആരംഭിച്ച ചില പരമ്പരാഗത വ്യവസായങ്ങളും അവയുടെ പ്രധാന കേന്ദ്രങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഇവ ചേരുംപടി ചേർക്കുക. ഉത്തരം: കയർ വ്യവസായം ആലപ്പുഴ, കശുവണ്ടി വ്യവസായം കൊല്ലം, ഓട് വ്യവസായം തൃശൂർ, കൈത്തറി വ്യവസായം കണ്ണൂർ. ചോദ്യം 5. വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം: ആലപ്പുഴ. ചോദ്യം 6. ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ഏതു വർഷം? ഉത്തരം: 1859. ചോദ്യം 7. ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെട്ടത് ഏത് വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടതിലൂടെയാണ്? ഉത്തരം: പള്ളിവാസൽ വൈദ്യുതി നിലയം. ചോദ്യം 8. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? ഉത്തരം: നെടുങ്ങാടി ബാങ്ക്.